എല്ലാവർക്കും നമസ്കാരം. IUV ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ നേഘ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു സോയ ചങ്ക്സ് ഗ്രേവി തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, അപ്പം, ചോറ് എന്തിന്റെ കൂടെയും കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് സവോള, 3 ചെറിയ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, ഒരു 5-8 അല്ലി വെളുത്തുള്ളി കേട്ടോ. ഇതെല്ലാം ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1.5 കപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്ന സോയ ചങ്ക്സ്. ഇത് നാഴിയാണ്, നിങ്ങൾ 1.5 കപ്പ്. ഇനി ഇത് തയ്യാറാക്കാം. ആദ്യം തന്നെ സോയ ചങ്ക്സ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ 1.5 കപ്പ് സോയ ചങ്ക്സ് അതിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ അത് അതിലെ വെള്ളം വാർത്ത് 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക കേട്ടോ. ഇതാ നമ്മള് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം ചട്ടി വെക്കുക, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ചട്ടി വെക്കുക. ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ, വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വളരെ പൊതുവെ കുറച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റാം. നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ സവാള വഴറ്റുന്നത്. ഒന്ന് വാടി വരുമ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. അടി പിടിക്കാതെയും കരിയാതെയും ഒക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ വേറെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് പൊക്കോളൂട്ടാ. പ്രത്യേകിച്ച് മൺചട്ടി ആയ കാരണം വേഗം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കുക. അതിനിടയിൽ നമുക്ക് സോയ ഒന്ന് വേവിക്കാം കേട്ടോ. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള സോയ ചങ്ക്സ് ഇടുക. അതിലേക്ക് ഇതേ 1/2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം. പിന്നെ സോയ ചങ്ക്സിലേക്ക് ആവശ്യത്തിനുള്ള അതിലേക്ക് മാത്രം പിടിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും ചേർത്ത് കൊടുത്ത്, പിന്നെ വിസിൽ വരുത്തുന്നില്ല, നമ്മള് ഒന്ന് എയർ വന്ന് ഒരു ശീശി ശബ്ദം ഉണ്ടല്ലോ, അത് വരുമ്പോ ഓഫ് ചെയ്തിടാം കേട്ടോ. ഇതാ സവാള നന്നായി വാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പൊട്ടറ്റോ സെപ്പറേറ്റ് വേവിക്കുകയാണ് ചെയ്തത്. കുക്കറിൽ തന്നെയാണ് കേട്ടോ വേവിച്ചത്. 2-3 വിസില് വരുത്തിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമില്. അത് നമുക്ക് ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ആദ്യം ഇടുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. കാരണം ഇഞ്ചി അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഇനിയിപ്പോ ലോ ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റി ഒന്ന് മുരിഞ്ഞു വരണം. ഇതാ കുക്കർ ഞാൻ ഓഫ് ചെയ്തിട്ടു കേട്ടോ എയർ വന്നപ്പോ. പൊട്ടറ്റോ ഞാൻ സെപ്പറേറ്റ് വേവിച്ചും വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇവയൊക്കെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. മസാല പൗഡർ ചേർത്ത മസാല പൗഡർ ഒക്കെ നന്നായി മുരിഞ്ഞു വരണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അടിയെ പിടിക്കരുത്, കരിയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി മൂത്ത് വരുമ്പോ ഒരു മണൊക്കെ വരും. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നന്നായി ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉടച്ച് വെച്ച പൊട്ടറ്റോ നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. കൂടാതെ നമ്മൾ ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ് കേട്ടോ, വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മസാല ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മസാല തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ മസാല പൗഡറും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഗ്രേവി ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ
സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉപ്പൊന്ന് നോക്കുക, ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നമ്മളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്